ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ മാങ്ങ പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങ ഇങ്ങനെ ഉണ്ടായിരുന്നു, കുറേ ഇങ്ങനെ പൊട്ടിക്കണം വിചാരിച്ചിട്ട് കുറേ ചീഞ്ഞ് വീഴൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചു, കുറച്ച് മൂത്തതുണ്ടായിരുന്നു, കുറച്ച് ചെറുതൊക്കെ ഉണ്ടായിരുന്നു, അച്ചാറിടാനും പഴുപ്പിക്കാനൊക്കെ പറ്റിയതായിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മാങ്ങയുണ്ട്, ഒരു പുളിയുള്ള മാങ്ങയാണ്, എന്തതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഈവനിങ് ആയപ്പോൾ 2 പഴം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രസം ഗോതമ്പ് പൊടിയിലാണെന്ന് പഴംപൊരി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി കുറച്ച് ഹെൽത്തി ആണല്ലോ. ഇത് ഇതാ രസം ബീഫ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊറാട്ട കൊത്തു പൊറാട്ട പോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. അപ്പോൾ നല്ല പാൽ ചായയും പിന്നെ പഴംപൊരിയൊക്കെ ആയിട്ട് ഈവനിങ്ങിൽ അങ്ങനെ ചായ കുടിച്ച് ഇപ്പോൾ വൈകുന്നേരത്തിന് കൂട്ടുകാരി അപ്പുറത്തുനിന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി തന്നതാണ് കേട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. മക്കൾക്കൊന്നും ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ തന്നെ അത് മുഴുവൻ കഴിക്കേണ്ടി വന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ ഒന്ന് ഔട്ടിങ്ങിന് പോയതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് മപ്പാട്ടുകാരാണ് കേട്ടോ, നല്ല രസമാണ് അവിടെ, നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേനലല്ലേ, അത് കാരണം തന്നെ വെള്ളം എവിടെ വെച്ചാൽ അവിടേക്ക് എല്ലാവരും ഒഴുകിയെത്തുമ്പോൾ അത്രയും നല്ല രസമുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ. പിന്നെ വെള്ളം ഇങ്ങനെ നമ്മൾ ആ പുലിവാൽ കല്യാണ സിനിമ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ പോണത്. സ്ഥലം നമ്മളെ നാട്ടിൽ തന്നെ ആണെങ്കിലും നമ്മളങ്ങോട്ട് പോണത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ വെള്ളത്തിൻ്റെ കുറവ് കാരണം തന്നെ അതൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. എന്തായാലും മാക്സിമം എൻജോയ് ചെയ്ത് മക്കളും ഒക്കെ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു, യാത്ര ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് പോകേണ്ട ഒരു സമയം തന്നെയാണ്, കാരണം അത്രയും ചൂടും അവിടുത്തെ 5 ഞങ്ങൾ തിരിച്ചു പോയി നോക്കുന്ന സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. മരിപ്പ് വാങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 7 മണി 7:15 ആയിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലോട്ട് പോരുന്ന ടൈമിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ചാടിക്കാനും കയറിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ അതാ ലസം ഓയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിലോട്ട് ഞാൻ കറാമ്പൂവും പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് തന്നെ സവാള ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സവാള 2 ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കറിയുടെ ക്വാണ്ടിറ്റി എത്രയാണ് വേണിച്ചതിനനുസരിച്ച് സവാള എടുക്കാം. ഇതിലോട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ പേളിമാണിയുടെ ഒരു ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അമ്മ പേളിമാണിൻ്റെ അമ്മ ഉണ്ടല്ലോ, ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ, കാരണം നല്ല ടേസ്റ്റ് നല്ല റെസിപ്പി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. അതിലവർ തക്കാളി ഇടുന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ തക്കാളി ഇടുന്നില്ല. അവിടെ തക്കാളി വലിയ ഇഷ്ടമല്ല കേട്ടോ, അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി അത് മസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണല്ലോ അല്ലേ, നല്ലൊരു സ്മെല്ലും ഒക്കെയാണ്, വീട് മൊത്തം ഉണ്ടാവുക ആ ഒരു സുഗന്ധം. പിന്നെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമില്ലല്ലോ, ചിലർക്ക് കറിയിൽ അത് പറ്റില്ല, എരിവ് പറ്റില്ല, മുളക് പറ്റില്ല, ജീരകം പറ്റില്ല, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ഇവിടെ എൻ്റെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അവിടെ ചില സംഭവങ്ങളൊന്നും മിക്സാക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ലേശം കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൊടി കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ലേശം കുരുമുളക് എടുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/4 സ്പൂൺ ഇട്ടിട്ടുള്ളൂ, കാരണം മക്കൾ എരിവ് കൂടിയാലോ. അപ്പോൾ ഞാൻ എന്നിട്ട് അതിലോട്ട് മസാലപ്പൊടികളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അളവ് വെച്ചതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോരുത്തരും ഓരോ അളവിനനുസരിച്ചിട്ടാണല്ലോ കറി ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയത് നമുക്ക് ഇതിലോട്ടാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചിക്കനിൽ നിന്ന് എത്ര നമ്മൾ ഊറ്റി വെച്ചാലും അതിൻ്റെ വെള്ളം വാരും കേട്ടോ അതിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ചിക്കനിൽ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിലാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. ഇനി ചുടുവെള്ളം ഒഴിക്കണം കേട്ടോ, മസ്റ്റായിട്ട് ചുടുവെള്ളം ഒഴിക്കണം, പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലോട്ട് നല്ല എന്താണ് കടി ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, രാവിലെ ആയിരുന്നപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കൾ പറഞ്ഞത് പുട്ട് മതിയെന്ന് കേട്ടോ. അങ്ങനെ പുട്ടും ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചക്കത്തേക്ക് ലഞ്ച് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതാ മത്തിയാണ് കേട്ടോ. അപ്പോൾ മത്തി പൊരിച്ചാൽ മതി പറഞ്ഞു പൊരിച്ച്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാം കേട്ടോ, അതുപോലെ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.